മുന്നോട്ടുള്ളൊരു ശ്ലോകമാണ്. ചാപ്റ്റർ 18, ടെക്സ്റ്റ് 45 and 46. അധ്യായം 18, ശ്ലോകം 45 46. ടെക്സ്റ്റ് 45. स्वे स्वे कर्मणि अभिरतः स्वे स्वे कर्मण्यभिरतः संसिद्धिं लभते नरः संसिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु यथा विन्दति तच्छृणु स्वे स्वे कर्मण्यभिरतः संसिद्धिं लभते नरः स्वकर्मणा स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु स्वे स्वे कर्मणि अभिरतः लभते नरः संसिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु स्वे कर्मण्यभिरतः संसिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु. माताजी, स्वे कर्मण्यभिरतः सिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु. അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. യത പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. പ്ലീസ് റിപ്പീറ്റ്. यथा प्रवृत्तिर्भूतानां स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः. यथा प्रवृत्तिर्भूतानां
येन सर्वं इदं ततं स्वकर्मणा तमभ्यर्च्य यथा प्रवृत्तिर्भूतानां येन सर्वम् इदं ततं स्वकर्मणा तमभ्यर्च्य यथा प्रवृत्तिर्भूतानां येन सर्वम् इदं ततं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः यथा प्रवृत्तिर्भूतानां येन सर्वम् इदं ततं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः. ഹരേ കൃഷ്ണ. വിവർത്തനം ദയവായിട്ട് റിപ്പീറ്റ് ചെയ്യുക. 2 ശ്ലോകങ്ങളും 45 വിവർത്തനം. സ്വാഭാവികങ്ങളായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നാൽ മനുഷ്യന് പൂർണ്ണത നേടാം. എങ്ങനെയെന്നു പറയാം, കേൾക്കൂ. 46 വിവർത്തനം. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുക നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. ഭാവാർത്ഥം നൽകിയിരിക്കുന്നത് ദിവ്യപൂജ്യ ശ്രീ ശ്രീമദ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭുപാദ്. ഭാവാർത്ഥം 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ സർവജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാകയാൽ അദ്ദേഹം തന്നെ അവയ്ക്ക് കാരണഭൂതൻ. ജന്മാദ്യസ്യ യതഃ എന്ന് വേദാന്ത സൂത്രം ഇതിന് പിന്താങ്ങുന്നു. അതുകൊണ്ട് പരമപുരുഷനാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉത്പത്തി സ്ഥാനം. ഭഗവത്ഗീതയുടെ 7-ാം അധ്യായം വിവരിക്കുന്നത് പോലെ ആ ഭഗവാൻ തന്റെ ആന്തരവും ബാഹ്യവുമായ 2 ശക്തികളാൽ സർവവ്യാപിയുമായിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ശക്തിയോടൊപ്പം ആരാധിക്കണം. യുക്തനായ ഭഗവാനെയാണ് സാമാന്യേന വൈഷ്ണവ ഭക്തന്മാർ ആരാധിക്കുക പതിവ്. ആന്തരശക്തിയുടെ ഒരു തലതിരിഞ്ഞ പ്രതിബിംബമത്രേ ബാഹ്യശക്തി. ഈ ശക്തി ഒരു പശ്ചാത്തലമാണ്. ഭഗവാൻ തന്റെ വിസ്തരണമായ പരമാത്മാവ് എന്ന നിലയിൽ എങ്ങും സ്ഥിതി ചെയ്യും. എമ്പാടുമുള്ള ദേവന്മാരുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും എല്ലാം പരമാത്മാവാണ് അദ്ദേഹം. അവിടുത്തെ ഒരു അംശം എന്ന നിലയിൽ ഓരോ ജീവന്റെയും കർത്തവ്യമാണ് ഭഗവത് സേവനം എന്ന് മനസ്സിലാക്കണം. എല്ലാവരും തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടണം എന്നാണ് ഈ ശ്ലോകത്തിന്റെ സന്ദേശം. ഇന്ദ്രിയങ്ങൾക്കുടമയായ ഋഷികേശനാണ് തന്നെ ഒരു സവിശേഷ പ്രവൃത്തിക്കായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ആ കർമ്മത്തിന്റെ ഫലം കൊണ്ട് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും വേണം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഇങ്ങനെ അനുഷ്ഠിച്ചു പോന്നാൽ ഏത് വിഷയവും ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഗ്രാഹ്യമായി തീരും. അതാണ് ജീവിതത്തിന്റെ പരിപൂർണത. ഭഗവത്ഗീത വിശദമാക്കുന്നു, തേഷാമഹം സമുദ്ധർത്ത. അങ്ങനെയുള്ള ഒരു ഭക്തനെ ഉദ്ധരിക്കുന്ന ചുമതല ഭഗവാൻ സ്വയം ഏറ്റെടുക്കുന്നു എന്ന്. അതാണ് ജീവിതത്തിന്റെ പരമോന്നതി. ഏത് തൊഴിലിൽ ഏർപ്പെട്ടിരുന്നാലും
ഒരു വ്യക്തി ഭഗവാനെ സേവിക്കുന്നു എങ്കിൽ അവൻ പരമോത്കൃഷ്ടമായ പരിപൂർണത നേടും. ഓം തത്സത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ സ്വേ സ്വേ കർമ്മണി അഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ സ്വകർമ്മ നിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. യത പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇദം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സൺഡേ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞായറാഴ്ച അവധി ദിവസമാണ്. സോ പല കാരണങ്ങളുണ്ട് അത് ഭൗതിക പ്രവൃത്തികളിൽ നിന്ന് അവധിയെടുക്കാനുള്ള ദിവസമാണ്. കൃഷ്ണാവബോധത്തിൽ നിന്ന് അവധി എടുക്കാനുള്ള ദിവസം അല്ല. പക്ഷെ എന്നിരുന്നാലും ഓക്കെ, ഓരോ കാരണങ്ങളുകൊണ്ട് നമ്മുടെ പല ഭക്തന്മാരെയും കാണാനില്ല. എന്നിരുന്നാലും ഇന്ന് ഈ ഒരു ശ്ലോകം പ്രത്യേകം എടുക്കാൻ കാരണം, ചിലപ്പോൾ ചോദിക്കാം, സാധാരണ 17-ാമത്തെ അധ്യായമില്ലേ വായിച്ചു വരുന്നത്? ഗോപാൽ ഗോർ പ്രഭു ആരോട് ചോദിച്ചിട്ടാണ് 18-ാം അധ്യായം എടുത്തത് എന്ന് പറഞ്ഞിട്ട് ഒരു വെല്ലുവിളി വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തത് നോക്കിയിട്ട് വരാം. പക്ഷേ മറ്റ് അജണ്ടയൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് നമ്മുടെ ഇസ്കോൺ കൊച്ചിയുടെ ജൈത്രയാത്രയിൽ കൊച്ചിയിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളില് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമുക്ക് ചില കാര്യങ്ങൾ, ചില മാറ്റങ്ങൾ, ചില പരിഷ്കാരങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. അതൊരു സതുദ്ദേശത്തോടെ മാത്രമാണ്. അപ്പോ എല്ലാവർക്കും അറിവുള്ളതായിരിക്കും, നമ്മളൊരു ഇത്രയും വർഷമായിട്ട് നമ്മളൊരു വാടക സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ നമുക്കൊരു സ്ഥലം സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്നതിന്റെ ഒരു പ്രാരംഭഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നത് പോലെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്. റൈറ്റ്? സോ
എത്ര പേര് സ്ഥലം കണ്ടിരുന്നു? ഓക്കെ. എത്ര പേർ ഇനിയും കാണാനുണ്ട്? എല്ലാവരും കാണാൻ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എത്ര പേര് ഇനിയും കാണാനുണ്ട്? ഓക്കെ. സോ നമുക്ക് അതിന് അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഇന്ന് വൈകിട്ട് തന്നെ, ഉച്ചയ്ക്ക് ശേഷം തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അടുത്ത് പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ ആരൊക്കെ പോയിട്ടുണ്ട്? ഹരി 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 ബോൾ. സോ വാമനമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ഒരു, എന്താ പറയാ, ഒരു വെളിപ്പാടകലെ എന്ന് പറയുന്നത് പോലെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അവിടെയാണ് നമുക്കൊരു സ്ഥലം ഭഗവാന്റെ ഇച്ഛപ്രകാരം വന്നു ചേർന്നിരിക്കുന്നത്. ക്ലാപ്പ് ചെയ്തോളൂ, അതിന് കുഴപ്പമില്ല. ഹരി ബോ, ഹരി ഹരി ബോ, പോരാ, ഹരി ഹരി ബോ. സോ ഇസ്കോൺ കൊച്ചിയുടെ പ്രവർത്തനങ്ങള്, അതായത് കൊച്ചിയിൽ ഇസ്കോണിന്റെ സാന്നിധ്യം തുടങ്ങിയത് ചെറിയ രീതിയിൽ ഏത് വർഷമാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇസ്കോണിന്റെ സാന്നിധ്യം തുടങ്ങിയത് കൊച്ചിയില് 2010 ഇവിടെ പറയുന്നു. 96 എന്ന് പറയുന്നു. 1990 ഒരു തരം, രണ്ടു തരം. ഏത് വർഷമാണ് ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ തുടങ്ങിയത്? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഹരിബോ, 1965 ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ശില പ്രഭുപാദ്ക്ക് ശരിയല്ലേ? വേറെ എവിടെയും തുടങ്ങുന്നതിന് മുൻപ് അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി എന്ന് പറഞ്ഞ് ഈ സമിതി സ്ഥാപിക്കപ്പെട്ടത് തന്നെ 1966 ശരിയല്ലേ? പക്ഷെ അതിനും ഒരു വർഷം മുൻപ് ശില പ്രഭുപാദ് ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയെ തന്റെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ ആജ്ഞ, വാസ്തവത്തിൽ ഇസ്കോൺ ജന്മം കൊണ്ടത് എപ്പോഴാണ്? 1922 അന്നാണ് 1922 ഒരു സുപ്രഭാതത്തിലാണ് അഭയ് ചരൺ എന്ന് പറയുന്ന ഒരു 26 വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ നിർബന്ധപ്രകാരം, സുഹൃത്തിന്റെ പേരെന്തായിരുന്നു? നരേന്ദ്ര, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ്, അതുകൊണ്ട് ഓർക്കാൻ എളുപ്പമാണ്. നരേൻ ബാബു എന്ന് പറയുന്ന, എന്ന് ഓമന പേരോടെ ശില പ്രഭുപാദ് വിളിക്കുന്ന നരേന്ദ്ര, അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ശില പ്രഭുപാദ് അഭയ് ചരൺ ആ യുവജനങ്ങളുടെ കൂട്ടത്തിലെ നേതാവായിരുന്നു പ്രഭുപാദ്. എവിടെ പോയാലും പ്രഭുപാദ് നേതാവാണ് ആ ഗ്രൂപ്പിന്റെ, റൈറ്റ്? ഓക്കെ. അപ്പൊ അങ്ങനെ കൂട്ടുകാരൊക്കെ ഒരു കാര്യം, ആരെങ്കിലും കാണുമ്പോൾ, ഏതെങ്കിലും സാധുവിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അഭയ് ചരണിന്റെ അഭിപ്രായം ഈ കൂട്ടുകാരൊക്കെ തേടുമായിരുന്നു. കാര്യം എല്ലാ വിഷയത്തിലും പ്രാവീണ്യമുള്ള ഒരു നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തി. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും അഭയോട് ചോദിച്ചിട്ട് അവർ ചെയ്യാറുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്താണ് കൽക്കത്തയിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി എന്ന് പറയുന്ന ഈ ഒരു സാധു, അദ്ദേഹം കൽക്കത്തയിൽ വന്ന് അവിടെ ഗൗഡിയ മഠം ആരംഭിച്ച് അവിടെ കൃഷ്ണഭക്തി, ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ കൃഷ്ണഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു വ്യക്തമായ രൂപരേഖയോടെ, വ്യക്തമായ പദ്ധതിയോടെ ലോകത്തെ മുഴുവൻ കൃഷ്ണഭക്തിയിൽ ആറാടിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗോള പദ്ധതിയുമായി കൽക്കത്തയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോ സാധാരണ മറ്റ് സാധുക്കന്മാരെ പോലെയല്ല. സാധാരണ സാധുക്കന്മാർ എന്ന് പറഞ്ഞാല് കാവിയുമണിഞ്ഞ് നമ്മള് പല ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കും, അല്ലെ? പല ഉത്തരേന്ത്യയിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും.
കാവി അണിഞ്ഞ് പക്ഷെ കീറി പറഞ്ഞ വസ്ത്രത്തോടെയും ശരിക്കും നോക്കാത്ത ജടാമുടിയോടെയും ഇടയ്ക്ക് പുകവലി ഉണ്ടാവാം, ഇടയ്ക്ക് പല ദുസ്വഭാവങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഭാരതത്തിന് സാധു എന്ന് പറഞ്ഞാല് മുഖത്തിന് എന്താണ് മനസ്സിൽ വരുന്ന ഒരു ചിത്രം അല്ലെ. പക്ഷെ അങ്ങനത്തെ സാധു അല്ല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എന്ന് പറഞ്ഞാല്. അഭ്യസ്ത വിദ്യനായ, ലക്ഷ്യബോധമുള്ള, ഇംഗ്ലീഷിലും സംസ്കൃതത്തിലും ബംഗാളിയിലും പേർഷ്യൻ ഭാഷയിലും അതുപോലെ എത്രയെത്രയോ ഭാഷയിൽ ബഹുഭാഷാ പണ്ഡിതനായ, ബ്രിട്ടീഷുകാർ പോലും ബഹുമാനിച്ച് ഒരു സ്ഥാനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ. അദ്ദേഹം വന്നിരിക്കുന്നു. നരേൻ പറയാണ് എനിക്ക് കണ്ടിട്ട് പൂർണ്ണമായിട്ട് ആ വ്യക്തിത്വത്തിനോട് അത്രയും ഒരു ആകർഷണം എനിക്ക് തോന്നുന്നു. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം കൊണ്ടു നടക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ലോകത്തിൽ എല്ലായിടത്തും എത്തും. കാര്യം അത്രയും യോഗ്യനായ ഒരു വ്യക്തിയാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി. പക്ഷേ അഭയ്, താങ്കളും കൂടി ഒന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തലും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ വ്യക്തിയെ ആശ്രയിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അഭയ് പറഞ്ഞു, ഞാൻ ഒരുപാട് സന്യാസിമാരെ കണ്ടിട്ടുണ്ട്, സാധുക്കന്മാരെ കണ്ടിട്ടുണ്ട്. എന്റെ വീട്ടിലേക്ക് ഇവരെ വിളിച്ചു വരുത്താറുണ്ട്. എന്റെ അച്ഛന്റെ പേരെന്താണ്? ഗൗർ മോഹൻ ദേവ് അല്ലേ പറഞ്ഞു? ഗൗർ മോഹൻ ദേവ്. സോ ഗൗർ മോഹൻ ഒരുപാട് പേരെ വിളിച്ചു വരുത്താറുണ്ട്. എല്ലാ സാധുക്കന്മാരെയും, വൈഷ്ണവര് മാത്രമല്ല ആ വഴി പോയവരൊക്കെ വിളിച്ച് വീട്ടിലിരുത്തി സൽക്കരിച്ച് പ്രസാദം കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. ഞാൻ ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് യോഗിമാരെ, കപട യോഗിമാരെ കണ്ടു. എനിക്കിതൊന്നും വിശ്വാസമില്ല എന്നാര് പറഞ്ഞു? 26 വയസ്സുള്ള അഭയ് ചരൺ പറഞ്ഞു. പക്ഷെ നരേൻ പറഞ്ഞു, ഇത് അങ്ങനെയുള്ള ആളല്ല അഭയ്, ഞാൻ പറയാം, ഇത് മറ്റൊരു വ്യക്തിത്വമാണ്. അഭയ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്കറിയാം, പക്ഷെ ഒന്ന് കൊണ്ടെത്തിക്കുക. അഭയ് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് മറ്റു പ്രധാന കാര്യങ്ങളുണ്ട്. പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അല്ലെ, നിർബന്ധം പിടിച്ച് നരേൻ കൊണ്ടുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രഭുപാദ് ഒരു ക്ലാസ്സിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറയുകയായിരുന്നു, ആ നിർബന്ധം, എന്റെ കൂട്ടുകാരന്റെ നിർബന്ധം കാരണം ഞാൻ രക്ഷപ്പെട്ടു. എന്റെ ഗുരു മഹാരാജ് എന്നെ ഭൗതിക ലോകമാവുന്ന ഈ ചവറ്റുകുട്ടയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അതിന് കാരണക്കാരൻ എന്റെ സുഹൃത്ത് നരേനാണ്. ആ നരേനോട് എത്ര നന്ദി പറഞ്ഞാലും അതൊരിക്കലും തീരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അഭയ് പോയി കണ്ടു. പിന്നത്തെ കഥ നമുക്കറിയാം അല്ലെ. തുടക്കത്തിൽ തന്നെ എന്തു പറഞ്ഞു? നിങ്ങളൊക്കെ നരേനെയും അഭയനെയും കണ്ട സമയത്ത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നമസ്കരിച്ച് എഴുന്നേറ്റില്ല അല്ലെ. എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങോട്ട് പറയാണ്, നിങ്ങളൊക്കെ അഭ്യസ്ത വിദ്യരായ വ്യക്തികളാണ്, യുവാക്കളാണ്, യുവജനങ്ങളാണ്. നിങ്ങൾ എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ പ്രസ്ഥാനം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നില്ല? അതിനെന്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമേ ഒരു വെല്ലുവിളിയാണ് കൊടുത്തത് അല്ലെ. എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുന്നില്ല? വൈ ഡോണ്ട് യു ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. സോ പ്രഭുപാദ് പറഞ്ഞു, നമസ്കരിച്ച് എണീറ്റപ്പോ പെട്ടെന്ന് ഒരു അടി കൊണ്ട പോലെയാണ് പുറകിലേക്ക്. പ്രഭുപാദ് വെന്റ് ബാക്ക് എന്ന് പറഞ്ഞു. ഈ ചോദ്യം കേട്ട സമയത്ത് ആ ചോദ്യത്തിന്റെ ആഘാതം കാരണം പ്രഭുപാദ് ഒന്ന് പുറകിലേക്ക്, മനസ്സിലായില്ലേ, ഷോക്കായി പോയി. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ്, അഭയ് ചരൺ എന്ന് പറഞ്ഞാല് പണ്ടേ പറഞ്ഞ പോലെ അഭ്യസ്ത വിദ്യനായിരുന്നു, താർക്കികനായിരുന്നു, തിരിച്ച് സംസാരിക്കാൻ അറിയാമായിരുന്നു, വാദിക്കാൻ അറിയാമായിരുന്നു. എന്തു പറഞ്ഞു? സ്വാമിജി, താങ്കളുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഭാരതം, ഇപ്പൊ ഇന്ത്യ വന്നിട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലാണ് അല്ലെ. 1922 കാലമാണ് പറയുന്നത്. അധീനതയിലാണ്. നമ്മള് സ്ലേവ്സ് ആണ്. അതുകൊണ്ട് ആദ്യം ഇന്ത്യ സ്വതന്ത്രമാകാനുള്ള ആദ്യം ആ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രഭുപാദ് സ്കൂളിൽ, കോളേജിൽ പഠിക്കുന്ന സമയത്ത്, സ്കോട്ടിഷ് ചർച്ചസ് കോളേജ് കൽക്കത്തയിൽ പഠിക്കുന്ന സമയത്ത് പ്രഭുപാദിന്റെ 2 വർഷം സീനിയർ ആയിരുന്നു ഇന്നത്തെ പ്രശസ്തനായ സുഭാഷ് ചന്ദ്രബോസ്. സെയിം കോളേജിലായിരുന്നു. അപ്പൊ കുറച്ച് സുഭാഷ് ചന്ദ്രബോസിന്റെ ഒക്കെ കാറ്റടിച്ചിട്ടുണ്ട്.
ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൊക്കെ കുറച്ച് ഭാഗമായി. അപ്പോ കോളേജിലൊക്കെ പഠിച്ച ശേഷം ആ ഡിഗ്രി, അന്ന് അങ്ങനെയായിരുന്നു പതിവ്. ബിരുദം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് ആ സർട്ടിഫിക്കറ്റിനെ തീയിലിട്ട് കത്തിക്കും. മനസ്സിലായില്ലേ? ബ്രിട്ടീഷുകാരുടെ ബിരുദം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്, അപ്പൊ മറ്റെല്ലാവരും ചെയ്ത പോലെ, സുഹൃത്തുക്കൾ ചെയ്ത പോലെ പ്രഭുപാദം അദ്ദേഹത്തിന്റെ ബിരുദം സർട്ടിഫിക്കറ്റിനെ കത്തിച്ചു കളഞ്ഞു. ഇന്നാരും അതിന് ചെയ്യരുത്. ഓക്കെ. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോ അച്ഛന് വളരെ ദുഃഖം. നീ എന്തിനിത് ചെയ്തു? മറ്റുള്ളവർ ഇന്ത്യയുടെ കാര്യം പോട്ടെ, എനിക്ക് നിന്റെ കാര്യമാണ് പ്രധാനം. ഇല്ലേ? സ്നേഹമുള്ള അച്ഛനമ്മമാർ അങ്ങനെയാണ്, അല്ലെ? അവിടെ എന്തെങ്കിലും നടന്നോട്ടെ, പക്ഷെ എനിക്ക് നീയാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. എന്തായാലും അങ്ങനെയുള്ള പ്രഭുപാദ് എന്ത് ചെയ്തു? ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറുമായിട്ട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെയല്ലേ ഇന്ത്യയുടെ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ, എന്താണ് ഈ സമയത്ത് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞപ്പോ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു, ഈ ഭൗതിക ലോകത്തിൽ സ്വാതന്ത്ര്യം, പാരതന്ത്ര്യം ഇതൊക്കെ മാറി മറിയുന്ന സംഭവങ്ങളാണ്. ഇന്ത്യ സ്വതന്ത്രമായി എന്ന് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ സ്വതന്ത്രരാകും എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇരുന്നാൽ പോലും മറ്റു പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ ബാധിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ശാരീരികമായ പ്രശ്നങ്ങൾ, മാനസികമായ പ്രശ്നങ്ങൾ, പ്രകൃതി തരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മാറുമോ? റൈറ്റ്? സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല, പക്ഷെ അതുകൊണ്ട് മാത്രമാവുന്നില്ല. ഇപ്പോ എല്ലാവർക്കും കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം, ഇതാണ് ഇന്ന് ലോകത്തിന് വേണ്ടത് എന്ന് പറഞ്ഞ് ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറഞ്ഞു. ആ സമയത്താണ് വാസ്തവത്തിൽ ഇസ്കോൺ ജനിച്ചത്. ആ സമയത്താണ്. മനസ്സിലായില്ലേ? ഏതൊരു വസ്തുവിനും രണ്ട് ജന്മമുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. നമ്മളൊരു വീട് പണിയും, നമ്മളിപ്പോ ടെമ്പിളിന്റെ കാര്യം പറയാൻ പോവുകയാണ്, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളൊരു വീട് പണിയും. എത്ര പേര് വീട് പണിതിട്ടുണ്ട് സ്വന്തമായിട്ട്? ഓക്കെ. എന്ന് വെച്ചാൽ മാതാജീസ് ആണെങ്കിൽ ഹസ്ബൻഡ്സ് വാട്ടർ സ്വന്തമായിട്ട് വീട് പണിതിട്ടുണ്ട്. അപ്പൊ പണിതവർക്കറിയാം. ആദ്യം അത് മനസ്സിനകത്തൊരു സ്വപ്നമായി വരും. ശരിയാണോ? നമുക്കും സ്വന്തമായൊരു വീട്, ഒരു സ്വപ്നം, ഒരാഗ്രഹം. അതിനുശേഷം നമ്മൾ മനസ്സിനകത്ത് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങും. ശരിയാണോ? എൻ്റെ വീടിനൊരു എന്താണ്, വലിയൊരു ഹാള് വേണം, അതിനകത്ത് സോഫ ഈ നിറത്തിലായിരിക്കണം, പുറകിൽ കർട്ടൻ വേണം, അപ്പുറത്ത് ബെഡ്റൂമിന് ഇത് വേണം, അടുക്കള അത്യാവശ്യം വലുതായിരിക്കണം കേട്ടോ എന്ന് പറയും, അല്ലേ മാതാജി? അങ്ങനെ ഓരോന്നും ഇങ്ങനെ വരും. പയ്യെ പയ്യെ ഒരു കാർ പോർച്ചും അത് ഇതും. അങ്ങനെയാണ് മനസ്സിനകത്താണ് ആദ്യം ഒരു സൃഷ്ടി നടക്കുന്നത്. ശരിയാണോ? അത് കഴിഞ്ഞ് സമയമാകുമ്പോൾ അത് പുറത്ത് സൃഷ്ടിക്കപ്പെടും. ശരിയല്ലേ? പ്രഭുപാദ് ഒരു പ്രാവശ്യം ന്യൂയോർക്ക് സിറ്റിയിലൂടെ, ന്യൂയോർക്ക് നഗരത്തിലൂടെ, മെയിൻ സിറ്റി പാർക്ക്, അവിടെ വലിയ വലിയ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്, അല്ലെ? 100, 120 നിലയുള്ള വലിയ വലിയ ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളത്. സോ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വലിയ ബിൽഡിംഗ്, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എംപയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന പണ്ടത്തെ വേൾഡ് ട്രേഡ് സെന്റർ, അതിനു മുൻപ് ഏറ്റവും ഉയർന്ന കെട്ടിടം അതായിരുന്നു. വേൾഡ് ട്രേഡ് സെന്ററിന് ശേഷവും അത് ഏറ്റവും വലിയ കെട്ടിടമായി. അപ്പൊ അതിനേക്കാളും ഉയർന്ന ബിൽഡിങ്സ് വരാൻ തുടങ്ങി. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് നല്ല ഉയരമാണ്. പ്രഭുപാദ് നടക്കുന്ന സമയത്ത്, ആ മോർണിംഗ് വാക്കിന് നടക്കുന്ന സമയത്ത് ആ ഇതെടുത്തിട്ട്, സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ ആ ബിൽഡിങ്ങിന് നേരെ ചൂണ്ടിട്ട് കാണിച്ചു. ഇതിന്റെ ആരംഭം എന്താണ്? എവിടെ നിന്നാണ് ഈ ബിൽഡിംഗ് ആരംഭിച്ചത്? ഇത്രയും വലിയൊരു കെട്ടിടം വന്നിട്ടുണ്ട്, നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്ന് ചോദിച്ചു. അപ്പോ ഓരോ ഭക്തന്മാര് എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ? ഇപ്പൊ ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്കറിയാം. ഐഡിയ ഓക്കെ. പക്ഷെ ചിലര് പറഞ്ഞു ഇത് ഫൗണ്ടേഷൻ, അസ്ഥിവാരത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. ചിലവർ പറഞ്ഞു ബ്ലൂ പ്രിന്റ് ആദ്യം തന്നെ നമുക്ക് വരയ്ക്കണ്ടേ, ഡ്രോയിങ്സ് ഉണ്ടാക്കണ്ടേ, ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ്, അതിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞു അല്ല, ആരോ ഒരാൾ ഇത് ആഗ്രഹിച്ചു, അല്ലെ? ആരോ ഒരാള് ഇത് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു, സങ്കല്പിച്ചു. ആ സങ്കല്പത്തിൽ നിന്നാണ് പിന്നീട് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പിന്നീട്
ആൾക്കാർ കൂടിച്ചേർന്നു, ആ വ്യക്തി അതിനെക്കുറിച്ച് സംസാരിച്ചു, ഇല്ലേ? 4 പേരോട് പറഞ്ഞിട്ടുണ്ടാവും നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഇവിടെ വേണം. അപ്പൊ 4 പേര് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കൂട്ടം ചേർന്നു. അത് കഴിഞ്ഞ് അതിനൊരു ബ്ലൂ പ്രിന്റ് ആയി, ഡയഗ്രാം ആയി, പണം സ്വരൂപിച്ചു, അസ്ഥിവാരം വന്നു, മുകളിലേക്ക് പണിതു, അവസാനം പണിതു, അല്ലെ? എന്ന് പറയുന്ന പോലെ ഐഡിയ. അതേപോലെ തന്നെ ഇസ്കോൺ എന്ന് പറഞ്ഞാലും 2 ജന്മം. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ആലോചിച്ചു 2 ജന്മം ഉണ്ടാവും. ഒന്ന് ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത്, പിന്നെ രണ്ടാമത് പ്രത്യക്ഷമായി. ശരിയല്ലേ? ഒരു കുഞ്ഞു ജനിക്കുകയാണെങ്കിലും അതൊരു ജന്മം. പക്ഷെ ആദ്യം മാതാപിതാക്കള് ആഗ്രഹിക്കും, ശരി നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞു. പ്രൈമറി, സെക്കൻഡറി ക്രിയേഷൻ, 2 ക്രിയേഷൻ ഉണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ കാര്യം എടുത്ത് നോക്കിയാലും പ്രഭുപാദ് പറയുന്നു 2 ക്രിയേഷനുണ്ട്, റൈറ്റ്? ആദ്യം എന്താണ്? ഫസ്റ്റ് ഭഗവാൻ ഇച്ഛിച്ചു, അല്ലെ? സൃഷ്ടി വേണമെന്ന് ഭഗവാൻ ഇച്ഛിച്ചു. ഭഗവാന്റെ ഇച്ഛ പ്രകാരമാണ് ബാക്കി എല്ലാം സംഭവിക്കുന്നത്, ശരിയല്ലേ? ഫസ്റ്റ് കൃഷ്ണ ആണ് ഡിസൈർ ചെയ്യുന്നത്. ഓക്കെ, മെറ്റീരിയൽ ക്രിയേഷൻ, ഭൗതിക സൃഷ്ടി വേണം, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഇച്ഛാനുരൂപമപി, ബാക്കി എന്താണ്? യസ്യച ചേഷ്ടതേസ ഗോവിന്ദം ആദിപുരുഷം തം അഹം ഭജ, റൈറ്റ്? സോ ഇച്ഛാനുരൂപം, ആദ്യം ഇച്ഛിക്കുന്നത് ആരാണ്? ഭഗവാൻ. മനസ്സിലായില്ലേ? സോ ഇതൊക്കെ വലിയ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇങ്ങനെ ഭഗവാന് പല ശക്തികളുണ്ട്. മനസ്സിലായില്ലേ? മറ്റേ ഇതിലുണ്ടല്ലോ, എന്താണ് ശ്ലോകം? ഫേമസ് ശ്ലോകം. പ്രഭുപാദ് കുറെ പർപ്പട്ടിൽ എഴുതും. ശ്വേതാശ്വതര ഉപനിഷത്തിൽ നിന്ന് കോട്ട് ചെയ്ത് പ്രഭുപാദ് എഴുതും. What is that ശ്ലോക? സ്വാഭാവികി ജ്ഞാനബലക്രിയാച്ച എന്ന് വരും. എന്റെ സ്റ്റാർട്ടിങ് മറന്നു വരും. ഫേമസ് ശ്ലോകം, ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? രാധാശക്തി മാതാജി ഗൂഗിൾ ചെയ്ത് നോക്കുന്നു. ശരിയല്ലേ? പരാസ്യ ശക്തി, കറക്റ്റ്. അതിന്റെ തുടക്കം നതദ്ഭാസയതയല്ല, അതേപോലെ. ഓക്കെ, പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവികി ജ്ഞാനബലക്രിയാച്ച നതസ്യ കാര്യം കരണം ച വിദ്യത്തെ. ഭഗവാന് കാര്യമില്ല, കരണവുമില്ല. ഭഗവാൻ ഒന്നും ചെയ്തു തീർക്കേണ്ട കാര്യമില്ല, അല്ലെ? ഭഗവാൻ എന്തെങ്കിലും കർത്തവ്യങ്ങളുണ്ടോ? ഇത് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഒന്ന് ചോദ്യം ചെയ്യും, അങ്ങനെ ഭഗവാനുണ്ടോ? ഇല്ല. നതസ്യ കാര്യം കരണം ച വിദ്യത്തെ നതത് സമശ്ച അധികശ്ച ദൃശ്യത്തെ. ഭഗവാന് തുല്യമായിട്ടും ആരുമില്ല, ഭഗവാന് അധികമായിട്ടും ആരുമില്ല. പക്ഷെ പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയത്തെ. ഭഗവാന്റെ ശക്തികൾ വിവിധങ്ങളായ രീതിയിൽ പ്രവർത്തിക്കുന്നു. സ്വാഭാവികി ജ്ഞാനബലക്രിയാച്ച, അതില് ജ്ഞാനശക്തി, ക്രിയാശക്തിയൊക്കെ ഉണ്ട്. അപ്പൊ എന്തിനു പറഞ്ഞു വരുന്നു? ഭഗവാൻ വന്നിട്ട് ഇച്ഛിക്കുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ ഇവിടെ ഈ ശ്ലോകം വായിക്കാൻ കാരണം, നമ്മള് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, അങ്ങനെ ഭഗവാൻ ഇച്ഛിച്ച് സൃഷ്ടിച്ച ഒരു ലോകത്തിലാണ് നമ്മളുള്ളത്, അല്ലെ? ഭൗതിക ലോകത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ നമ്മള് ഇവിടെ 3 കാര്യങ്ങളുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ വായിക്കാറുണ്ട്. 3 പ്രധാന തത്വങ്ങളുണ്ട് ഈ ലോകത്തിന്. ഒന്ന് നമ്മള്, ജീവാത്മാവ്, അല്ലെ? നമ്മളൊക്കെ ആരാണ്? ജീവാത്മാവാണ്, ജീവിക്കുന്ന ചെറിയ ചെറിയ ആത്മാക്കളാണ്. പിന്നെ പ്രകൃതിയും ഈ ലോകമുണ്ട്, അല്ലെ? ത്രിഗുണങ്ങൾ നിറഞ്ഞ, സത്വ രജസ്തമോകൾ നിറഞ്ഞ പ്രകൃതിയുണ്ട്. അപ്പൊ നമ്മൾ ജീവാത്മാക്കളുണ്ട്, ഈ പ്രകൃതിയുണ്ട്. ഇത് രണ്ടും മാത്രമാണ് ഈ ലോകത്തിനുള്ളത്? അല്ല, ഭഗവാനുമുണ്ട്, അല്ലെ? 3 സത്യങ്ങളുണ്ട്. നമ്മളൊരു മനസ്സിലൊരു ത്രികോണം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ഒരു ട്രയാങ്കിൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ ത്രികോണത്തിന്റെ ഏറ്റവും മുകളിലത്തെ എന്താ പറയാ വെർട്ടെക്സില് ആരാണുള്ളത്? ഭഗവാൻ. ഓക്കെ, ഒരറ്റത്ത് ജീവാത്മാവും മറ്റൊരറ്റത്ത് പ്രകൃതിയും. ഇങ്ങനെയാണ് ഈശ്വര ജീവ പ്രകൃതി എന്ന് പറയുന്ന ഈ ഒരു ത്രികോണം. മനസ്സിലായില്ലേ?
പക്ഷേ കൃഷ്ണാവബോധം ഇല്ലാത്ത പല വ്യക്തികളും എന്ത് ചെയ്യും? അവര് ഈശ്വരനെ അവർക്ക് കാണാൻ സാധിക്കില്ല, ഇല്ലേ? ഈശ്വരനെ അഹങ്കാര വിമൂഢാത്മ കർത്താഹമിതി മന്യത്. അപ്പൊ ഞാനാണ് അഹംകാര എന്ന് വെച്ചാൽ എന്താണ്? അഹം എന്ന് വെച്ചാൽ ഞാൻ, കാര എന്ന് വെച്ചാൽ ചെയ്യുന്നത്, ഇല്ലേ? അപ്പൊ ഈ രണ്ട് സൃഷ്ടികൾ നേരത്തെ പറഞ്ഞു. ബിൽഡിംഗ് പണിത ആളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? ഇത് ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഈ ഞാൻ എന്ന് പറയും. ശരിയല്ലേ? ആര്? ഞാൻ എന്ന് പറയും. കാരണം അവിടെ ആ ത്രികോണത്തിൽ ആരാർക്ക് കാണാൻ പറ്റുന്നില്ല? ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. ഭഗവാൻ അതൊരു വിഷയവുമല്ല. എന്നെ കണ്ട് എനിക്ക് അവിടെ ക്രെഡിറ്റ് തരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ആര് പറയുന്നില്ല? ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ അതൊരു വിഷയമേ അല്ല. അല്ലെ? ഭഗവാൻ ആരുടെയും പേരും പ്രശസ്തിയും ആരുടെയും പുകഴ്ത്തലും ഒന്നും കൃഷ്ണന് ആവശ്യമില്ല, അല്ലെ? ആവശ്യമില്ല ഭഗവാൻ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ത്രികോണം മാറി എന്താ? ഒരു ലൈൻ മാത്രമാവും, അല്ലെ? നമ്മളും പ്രകൃതിയും, ഇത് രണ്ടും മാത്രമായിട്ട് നമ്മൾ ഇങ്ങനെ ജീവിക്കും. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് എങ്ങനെയോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് കൃഷ്ണനെ കുറിച്ച്, ഭഗവത്ഗീതയെ കുറിച്ച് നമുക്ക് യഥാർത്ഥമായിട്ടുള്ള അറിവ് ലഭിക്കുന്നത്. ശരിയല്ല? അങ്ങനെ വരുന്ന സമയത്താണ് ഓ ഭഗവാനും ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് ഭഗവാനെ കുറിച്ച് ബോധോദയം ഉണ്ടാവുന്നത്. കൃഷ്ണ അവബോധം, അല്ലെ? കൃഷ്ണനുണ്ട്. നമ്മൾ ഈ രണ്ടുപേരും മാത്രമല്ല, ഞാനും പ്രകൃതിയും എന്താണ്, എന്താ പറയാ, ഞാനും എന്റെ പ്രകൃതിയും. എന്തൊരു സിനിമ അങ്ങനത്തെ ഉണ്ടല്ലേ, എന്താണ് എന്തോ. അപ്പൊ അതുപോലെയല്ല, ഈശ്വരനും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ത്രികോണമായി. ഈശ്വരനുണ്ട്, ഞാനുണ്ട്, പ്രകൃതിയുണ്ട്. ഓക്കെ, ഇത്രയായല്ല. ഇനി ഈ ശ്ലോകത്തിലേക്ക് വരാം. ഈ ശ്ലോകത്തിന്റെ പ്രസക്തിയെ കുറിച്ചും പറയാം. അതായത് ശരി, ഇപ്പൊ പണ്ടുപോലെയല്ല, ഞാൻ ഡിവോട്ടി ആയി കഴിഞ്ഞു, ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കി, അതുകൊണ്ട് എന്റെ പുറമേ കുറെ മാറ്റങ്ങൾ വന്നു. എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ഒരു യു പോലൊരു തിലകം ഇട്ട് തുടങ്ങി, പിന്നെ കണ്ടിമാല ഇട്ട് തുടങ്ങി. എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക്, എന്തടാ നിനക്ക് പറ്റിയതെന്ന് ചോദിച്ചു. പണ്ട് കോളേജിലൊക്കെ പോകുമ്പോ ഈ ലാബില് ഇലക്ട്രോണിക്സിന്റെ റെസിസ്റ്റർ ഒക്കെ ഉണ്ട്, അറിയാമോ? റെസിസ്റ്റൻസ്. ഈ കുറെ റെസിസ്റ്റർ ഇങ്ങനെ സീരീസ് ആയിട്ട് കഴുത്തിൽ ചേർത്തിട്ടുണ്ട്. എന്താ നിനക്ക് പ്രശ്നം ചോദിച്ചു. ഇത് മായേനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റെസിസ്റ്റർ ആണ്. മനസ്സിലായി? അപ്പൊ എന്തൊക്കെയോ മാറ്റങ്ങൾ, ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മാറ്റമാണ് സംഭവിക്കുന്നത്. ചിലർക്ക് തിലകം വരും, ചിലർക്ക് മീശ പോവും, ചിലർക്ക് വേറെന്താണ്, ഉടുക്കുന്ന ധോത്തിയുടെ ഇത് മാറും, മാതാജിമാർക്ക് മറ്റു ചില മാറ്റങ്ങളൊക്കെ വരും, ഇല്ലേ? നമുക്ക് ഓരോ മാറ്റങ്ങൾ പുറമേ സംഭവിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു മാറ്റം നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് ഹരിനാമം നമ്മുടെ കൂടെ വന്നു തുടങ്ങും, ഇല്ലേ? ഈ ജപമില്ലാതെ നമുക്ക് ഒരു ദിവസം അപൂർണമായി തോന്നും. ശരിയാണോ? എത്ര പേർക്ക് അങ്ങനെ തോന്നാറുണ്ട്? ജപമില്ലാതെ, ഇല്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നോ? അല്ല. ഇപ്പൊ ഈ ജപമില്ലെങ്കിൽ എന്തോ ഒന്ന് കുറവ്, ഇല്ലേ? ഒരു അസാന്നിധ്യം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോ അത് നല്ലൊരു കാര്യമാണ്. ജപമില്ലെങ്കിൽ, നമുക്ക് ജപമുണ്ടെങ്കിൽ നമുക്ക് ജപിച്ചിട്ട് വലിയ സ്നേഹവും കണ്ണീന്ന് കണ്ണീരും ഒക്കെ വരുന്നുണ്ടോ? ഇല്ല, ഇല്ല. ചിലപ്പോ വരുമായിരിക്കും, പക്ഷെ ചിലപ്പോ കണ്ണീരൊക്കെ വരാം. ക്ഷമിക്കാറോ അത് വരുന്നില്ല. പക്ഷെ എന്നാലും നല്ലൊരു കാര്യം, ഇല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അത്രയെങ്കിലും ഹൃദയത്തിനകത്ത് ഒരു അറ്റാച്ച്മെന്റ് വന്നിട്ടുണ്ട്, കൃഷ്ണൻ കയറി കൂടിയിട്ടുണ്ടെന്നുള്ളത് ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇല്ലേ? ഓക്കെ. അപ്പോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ മനസ്സിലായി. ഈ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് അഹങ്കാര വിമൂഢാത്മ, ഞാനാണ് കർത്താവ്, ആദ്യം മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു, പിന്നെ എന്റെ പണം കൊണ്ടും എന്റെ സ്വാധീനം കൊണ്ടും ഞാനൊരു വലിയൊരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബടായി പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം നോക്കി കൃഷ്ണനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ത്രികോണ ബന്ധമായി. ശരിയല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും, ശരി, എങ്ങനെയാണ് ഈ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടേണ്ടത്? റൈറ്റ്? എത്ര പേർക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടണം ആഗ്രഹം? എന്തിനു വേണ്ടി?
കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാ കിട്ടാൻ പോവുക? കോട്ടയം ഭാഷയിൽ പറഞ്ഞാൽ ഏ ഇവിടുന്ന് പോണം, അത്രേ ഉദ്ദേശമുള്ളൂ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. ഇവിടുന്ന് പോണെങ്കിൽ വേറെ വഴികളുണ്ട് ഭക്തി കിട്ടാൻ. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ചെയ്യും അവിടെ പോയിട്ട്? സെർവ് ദ ഗോഡ്. അത് ഇവിടെ നിന്നും ചെയ്യാമല്ലോ. അപ്പൊ എല്ലാവർക്കും ബർത്ത് ഡെത്താണ് പ്രശ്നം. അതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയാണോ? Regain our original nature. And what's that original nature? That is again Sanskrit terminology you are saying. സച്ചിദാനന്ദ സ്വരൂപം. എന്തിനാണ് നമ്മൾ കൃഷ്ണനെ സമീപിക്കേണ്ടത്? ഇത് ഞാൻ പലപ്പോഴും ഭഗവത്ഗീത നക്ഷൽ കോഴ്സിന് ചോദിക്കാറുണ്ട്. സിമ്പിൾ കാര്യമാണ്. എന്തിനാണ് നമുക്ക് കൃഷ്ണൻ എന്തിനാണ് വേണ്ടത്? എന്തിനാണ് നമ്മൾ ഈ ഭക്തിയൊക്കെ ചെയ്യേണ്ടത്? ശരിയാണ് ഈ ഉത്തരങ്ങൾ. ബർത്ത് നിന്ന് പുറത്തു വരിക എന്നുള്ളത് തെറ്റല്ല, ശരിയാണ്. മടങ്ങിപ്പോവുക അതിനു വേണ്ടി. വേറെന്ത്? ബെസ്റ്റ് ഫ്രണ്ട്. കോമളാംഗി മാതാജി എന്തിനാണ് ഭക്തി ചെയ്യേണ്ടത്? അതാണ് എന്തിനാണ് സേവിക്കേണ്ടതെന്ന് ചോദിക്കുന്നത്. സേവിച്ചിട്ട് എന്ത് കിട്ടാനാ? പത്മജ മാതാജി ഞാൻ ഡിസ്റ്റർബ് ചെയ്യില്ല. മാതാജിയുടെ ചാൻസ് കഴിഞ്ഞു. ഇനി പ്രഭു, വിനോദ് ഗോവിന്ദ പ്രഭു. പ്രഭുവിനെ ധ്യാനത്തിൽ നിന്ന് മാറ്റി. സോറി. ഭഗവാനെ സേവിക്കുക, അതാണ് എന്തിനെന്ന് ചോദിക്കുന്നത്. എന്തിന് സേവിക്കുന്നു എന്ന് ചോദിക്കും. വലിയ ഉദ്ദേശമൊന്നുമില്ല. കൃഷ്ണകുമാർ പ്രഭു, ബാക്ക് ബെഞ്ചേഴ്സിനോട് ആദ്യം ചോദിക്കുന്നത്. പാർട്സ് ആൻഡ് പാർസൽസ്. ഫിലോസഫി ഉത്തരങ്ങൾ ശരിയാണ്. ഫിലോസഫിക്കലി 10-ന് 10 മാർക്ക് തരാം. ചന്ദ്രോക്ഷിട്ടു. അല്ല, എന്തിനാ എത്തണേന്നാണ് ചോദിക്കുന്നത് അല്ലേ? എല്ലാം കറക്റ്റ് ആണ്. ഇതൊക്കെ ഫിലോസഫി കറക്റ്റ് ആൻസേഴ്സ് ആണ്. ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്ന് പുറത്തു വരിക, കൃഷ്ണനെ സേവിക്കാൻ വേണ്ടി, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അത് നല്ലൊരു ഉത്തരം. സിമ്പിൾ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ആണ്. ഒന്നും തെറ്റാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇതൊക്കെ കറക്റ്റ് ആണ്. നമുക്ക് ആരെങ്കിലും സ്നേഹിക്കാൻ വേണ്ടേ? ഇല്ലേ? പണ്ടത്തെ കവി ആരാണ് പറഞ്ഞത്? സ്നേഹമാണ് അഖിലസാരം ഇതൂഴി. ആരുടെയാണ്? കുമാരനാശാന്റെ കവിതയാണ് അല്ലെ? അഖിലസാരം ഈ ഊഴിയിൽ, ഊഴി എന്ന് വെച്ചാൽ ഭൂമി അല്ലെ? അഖിലസാരം എന്താണ്? സ്നേഹമാണ്. ശരിയല്ലേ? ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നിന് സ്നേഹത്തിന്റെ പ്രകടനമാണ്, അല്ലെങ്കിൽ സ്നേഹം കിട്ടാത്തത് കാരണമുള്ള പ്രശ്നങ്ങളാണ്. രണ്ട് കാര്യങ്ങളെ ഈ ലോകത്തുള്ളൂ. പ്രത്യേകിച്ച് അത് മനസ്സിലാക്കുക. ഈ ലോകത്തില് രണ്ട് പർപ്പസ് എന്ന് വെച്ചാൽ ഉദ്ദേശങ്ങളുണ്ടല്ലോ നമ്മൾ ചെയ്യാൻ പുറകിലുള്ളൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനം. ഒന്നിന് സ്നേഹം പകരാനും സ്വീകരിക്കാനും അല്ലെ, ആ സ്നേഹ വിനിമയം ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. അതിന് എത്ര ഉദാഹരണങ്ങൾ ഇല്ലേ? അമ്മയും കുഞ്ഞും. ഇപ്പൊ നമ്മളും തന്നെ ഇവിടെ വന്നിരിക്കുന്നു, ഇവിടെ സത്സംഗത്തിലേക്ക് വന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? സ്നേഹം കിട്ടാനും കൊടുക്കാനും. കൊടുത്ത് ആ ഒരു എന്താ പറയുക, വിനിമയം, ഗിവ് ആൻഡ് ടേക്ക്.
അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ദദാതി പ്രതിഗൃഹാതി, ശരിയല്ലേ? ഗുഹ്യമാഖ്യാതി പൃച്ഛതി ഭുങ്ക്തേ ഭോജയത്തെ ചൈവ ഷഡ്വിധം പ്രീതി ലക്ഷണം. ഈ സ്നേഹം അനുഭവിക്കാനും അത് പകർന്നു നൽകാനും വേണ്ടിയാണ്. അതാണ് ഒരു മോട്ടിവേഷൻ. ഇനി അത് കിട്ടിയില്ലെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നെഗറ്റീവ് ആക്ഷൻസ് ഒക്കെ അത് കാരണമാണ് സംഭവിക്കുന്നത്. ലോകത്തിലുള്ള ക്രോധം, കോപം, കാപട്യം, തീവ്രവാദം, എന്തൊക്കെയാണ് പിന്നെ പറയാനുള്ളത്? ഇല്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ആ സ്നേഹവിനിമയം ശരിക്ക് നടക്കാത്തത്. ഇല്ലേ? പല തീവ്രവാദികളും പല കുറ്റവാളികളും അവരുടെ ചെറുപ്പത്തില് യഥാർത്ഥത്തിൽ അവർ സ്നേഹം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്തവരായിരിക്കും. ശരിയാണോ? എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ട് മറ്റവൻ എങ്ങനെ കിട്ടുന്നു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തി എന്ത് ചെയ്യും? നശിപ്പിക്കാനുള്ള വിധ്വംസകമായ പ്രവൃത്തികളിൽ ഏർപ്പെടും. ശരിയാണോ? ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ ജീവാത്മാവിനും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള പ്രവണതയുണ്ട്. എന്തുകൊണ്ട് ഓരോ ജീവാത്മാവിനും അതുണ്ട്? കാരണം ഒറിജിനൽ ഭഗവാൻ അതുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാന്റെ പരമപുരുഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പ്രകാശമോ ചുമ്മാ ഒരു ജ്വാലയോ മാത്രമല്ല. പരമപുരുഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റിക്ക് എന്തുണ്ട്? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് ഭാവാർത്ഥത്തിൽ ഈ പർപ്പട്ടിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി പർപ്പട്ട് വായിച്ചു നോക്കിയാൽ, ഇതിന് ശേഷം വായിച്ചാൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പരമസത്യം എന്ന് പറഞ്ഞാല്, ഈശ്വരൻ എന്ന് പറഞ്ഞാല് സാധാരണ ചോദിക്കാറുണ്ട്, ആണാണോ പെണ്ണാണോ ഈശ്വരൻ? പുരുഷനാണ്, അല്ലെ? പരമപുരുഷനാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫെമിനിസ്റ്റുകൾ എന്ത് ചെയ്യും? നമ്മൾ അടിച്ചു ഓടിക്കും. ശരിയല്ല? പക്ഷെ നമ്മുടെ ഫിലോസഫി അനുസരിച്ച് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. ഇവിടെ ഈശ്വരൻ ആണാണോ പെണ്ണാണോ? രണ്ടുമാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ, ഹരേ രാമ, ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ. പരമസത്യം എല്ലാം ഉണ്ട്. പരമസത്യം എന്ന് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിരിക്കണം, അല്ലേ? പുരുഷത്വം ഉണ്ടാവണം, സ്ത്രീത്വം ഉണ്ടാവണം, എന്നാലല്ലേ ഭഗവാനാവും. അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ആരെയാണ് നമ്മൾ പറയുന്നത്? രാധാകൃഷ്ണൻ. ശരിയല്ലേ? നമ്മളുടെ ആരാധ്യ വ്യക്തിത്വങ്ങൾ ആരാണ്? രാധാകൃഷ്ണ. അപ്പോ കാര്യം അവിടെയാണ് സ്നേഹമുള്ളത്. രാധാകൃഷ്ണന്മാർ തമ്മിലാണ് ഒറിജിനൽ പ്രേമം അവിടെ ഉണ്ട്, അല്ലേ? ആ പ്രേമം തേടി തേടിയാണ് എല്ലാ ജീവാത്മാക്കളോട് അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം, അത് പ്രകടിപ്പിക്കാൻ സാധിക്കും. അത് കിട്ടാത്ത അന്തരീക്ഷം വരുമ്പോൾ എല്ലാത്തരം ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റീസും വരുന്നത് അതിൽ നിന്നാണ്. ശരിയല്ല? ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇതിനാണ് കാരണം. സ്നേഹത്തിന്റെ ഭാജനം കൃഷ്ണനാണെന്ന് അറിയാത്തതിന്റെ കുഴപ്പമാണെന്ന് പ്രഭുപാദ് ഭാവാർത്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ പ്രശ്നങ്ങളും എവിടെ തീരും? കൃഷ്ണനെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തീരും. എന്റെ അവസാനത്തെ പാർട്ട് ഞാൻ പറയാം ഇന്നത്തെ ഇതില്. നമ്മുടെ ഒരു ത്രികോണം പറഞ്ഞില്ലേ? ജീവാത്മാവിന് പ്രകൃതിയുമായിട്ട് പല രീതിയിൽ നമ്മൾ ജീവിച്ചു നോക്കി, പക്ഷെ എന്തില്ല? ഭഗവാൻ ഇല്ലാത്തത് കൊണ്ട് ആ ജീവാത്മാവിന് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള പ്രവണത ഒരിക്കലും അത് തൃപ്തിയാവുന്നില്ല. ശരീരത്തിന് ഇഷ്ടം പോലെ ആഹാരം കിട്ടുന്നുണ്ട്, വയറൊക്കെ തൃപ്തിപ്പെട്ട് ഏമ്പക്കം വിടാം. പക്ഷെ മനസ്സിന് തൃപ്തിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ഇപ്പൊ പുതിയ വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഉണ്ട്, അതുണ്ട്, സ്ട്രീമിംഗ് എന്റർടൈൻമെന്റ് ആണ്, കുറച്ചൊക്കെ മാറുന്നത്. പക്ഷെ ആത്മാവിന് ഈ സമയത്തൊക്കെ ആത്മാവ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? ആ കേജിന്റെ കാര്യം പറഞ്ഞു പോലെ ഒരു കൂടുണ്ട്, കൂട്ടിനകത്തൊരു തത്ത. ആ കൂട്ടിനെ നന്നായി പെയിന്റ് അടിച്ച് അതിനെ നല്ല രീതിയിൽ നോക്കി, പക്ഷെ ആ തത്തയ്ക്ക് ആഹാരം കൊടുക്കാൻ മറന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? അത് ക്യാന്ന് വിളിച്ച് കരയാണ്, അല്ലെ? അതുപോലെ പല പല ആത്മാക്കളും ദീനരോധനത്തിലാണ്. നമ്മൾ ഉൾപ്പെടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുകൊണ്ട് ഈ ത്രികോണത്തിൽ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടണം, ഇല്ലേ? ആ ജീവാത്മാവ് പ്രകൃതിയുമായിട്ട് മാത്രമല്ല കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടണം. ഓക്കെ? ഈ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടുന്ന ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടല്ലോ, ജീവ
കൃഷ്ണ. ആ ത്രികോണത്തിലെ ഒരു സൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? അതിനെയാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. അവിടെ വേറെ ആരുമില്ല, നമ്മളും കൃഷ്ണൻ, മറ്റു ഭക്തന്മാർ അതുകൊണ്ട് സങ്കീർത്തൻ. അവിടെ പ്രകൃതിയുടെ സ്വാധീനമുണ്ടോ? ഇല്ല. അത് ഡയറക്റ്റ് ജീവാത്മാവും കൃഷ്ണനും തമ്മിലാണ്. അതിനെയാണ് സാധന ഭക്തി എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? സാധന ഭക്തിയുടെ അംഗങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് ചാന്റിങ്, ജപം, പിന്നെ അസോസിയേഷൻ, സത്സംഗം, പിന്നെ ശാസ്ത്ര പഠനം, ശ്രവണം, ഇല്ലേ? അതൊരു കാര്യം. പിന്നെ ധാമങ്ങളിലേക്കൊക്കെ പോവുക, സേവ, ഭക്തിയുക്ത സേവനം ചെയ്യുക. ഇതൊക്കെ എന്താണ്? നേരിട്ടുള്ള സാധന ഭക്തിയാണ്. ആ ത്രികോണത്തിൽ നോക്കിയാൽ ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ. ആ ബന്ധത്തിനെ പുഷ്ടിപ്പെടുത്തി അതിനെ അരക്കിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? സാധന ഭക്തി. വിഗ്രഹ സേവ, അത് പറഞ്ഞില്ലല്ലോ. മംഗളാരത്തി മുതലായ അർച്ചന, ഇതൊക്കെയാണ് നേരിട്ടുള്ള ഭക്തിയുക്ത സേവനം. ശരി. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. നമ്മള് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത് എപ്പോഴാണ്? വലിയ കാലമൊന്നും ആയിട്ടില്ല. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ വന്ന് പണ്ട് കൃഷ്ണനായിട്ട് ബന്ധമുണ്ടാവും, ഗുരുവായൂരൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് അറിഞ്ഞു തുടങ്ങിയത്. ശരിയല്ലേ? അപ്പൊ കുറച്ചു കാര്യമല്ലേ. പക്ഷെ ഇപ്പുറത്തിരിക്കുന്ന ആ പ്രകൃതി ഉണ്ടല്ലോ, ആ പ്രകൃതിയായിട്ട് എന്താ ബന്ധപ്പെട്ട് തുടങ്ങിയത്? 2 വർഷം. എത്രയോ ജന്മാന്തരങ്ങളായിട്ട് പ്രകൃതിയുമായിട്ടാണ് ബന്ധം, അല്ലേ? അപ്പൊ പ്രകൃതിയുടെ സ്വാധീനമാണോ നമ്മളിൽ കൂടുതൽ, കൃഷ്ണന്റെ സ്വാധീനമാണോ? ഇപ്പോ പ്രകൃതിയുടെ സ്വാധീനം, കൃഷ്ണന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അതിനാണ് എന്നും രാവിലെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് നമ്മള് മാല ജപിക്കുന്നത്. കുറച്ച് ഉറങ്ങിയും കുറച്ച് എണീറ്റ് നടന്നും കുറച്ച് എന്തൊക്കെയോ ചെയ്തിട്ടാണ് നമ്മൾ മാല ജപിക്കുന്നത്, ഇല്ലേ? ഒരു ഡിവോട്ടി പറഞ്ഞതുപോലെ അകത്തൊരു മാലയുണ്ട്, പുറത്തൊരു മാലയുണ്ട്. ഏത് മാലയിലാണോ നമ്മുടെ ശ്രദ്ധ, അതിനനുസരിച്ച് കൃഷ്ണൻ അനുഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? അകത്തുള്ളതാണെങ്കിൽ ആ കരുണിന്റെ പുറത്ത് 16 തീർന്നു കഴിഞ്ഞോ വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൃഷ്ണൻ തരും. പക്ഷെ ഭഗവാൻ കാരുണ്യപൂർവ്വം അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? അതിനും ഭഗവാൻ അതിന് ക്രെഡിറ്റ് തരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ശ്രമിക്കുന്നു ഭഗവാനുമായിട്ട് ബന്ധം വളർത്താൻ. പക്ഷേ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം എത്രയോ കാലാകാലങ്ങളായിട്ട് അത് സ്ട്രോങ് ആണ്, അല്ലെ? അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്നു, വീണ്ടും 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 പറയുന്നു, സ്വധർമ്മം ചെയ്യുക. അതുവഴി ഇവിടെ പറയുന്നത് എന്താണ്? സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. സർവജീവികളുടെയും പ്രഭവസ്ഥാനവും സർവവ്യാപിയുമായ ഭഗവാനെ ആരാധിക്കുന്ന നിമിത്തം സ്വകർമ്മങ്ങളിൽ കൂടി ഒരു വ്യക്തിക്ക് പരിപൂർണതയിലെത്താം. മനസ്സിലായില്ലേ? നമ്മുടെ ദിവസത്തിന്റെ ടൈം എടുക്കുകയാണെങ്കിൽ ഒരു 6-7 മണിക്കൂർ നമ്മളൊക്കെ ഉറങ്ങാറുണ്ട്. ശരിയാണ്? കുറഞ്ഞു പോയോ? കൂടിപ്പോയോ? ഓക്കെ, ശരി. ഭാഗ്യവാന്മാർ. ശരി. എന്തായാലും ഒരു 6-7 മണിക്കൂർ ഉറക്കം ഏകദേശം. ഓക്കെ. നമ്മൾ ഈ സാധന ജപവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചിലപ്പോ ചാൻഡിങ്ങും അസോസിയേഷനും ഒക്കെ ആയിട്ട്, ഞായറാഴ്ചയുടെ കാര്യമല്ല, മറ്റു ദിവസങ്ങളും ഒരു 2-3 മണിക്കൂർ കൂടുതൽ റീഡിംഗ് ഒക്കെ കഴിഞ്ഞാൽ 6-3 9, 7-3 10. ഓക്കെ. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 14 മണിക്കൂർ. ഈ 14 മണിക്കൂർ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യുക? നമുക്ക് ജോലി ചെയ്യണ്ടേ, നമുക്ക് വരുമാനം വരണ്ടേ, നമുക്ക് ജീവിതം നടത്തണ്ടേ? ഇതെല്ലാം വിട്ട് യോഗിയായി ഇരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ഭഗവാൻ പറയുന്നു, സ്വധർമ്മം വഴി, അതായത് ആ ത്രികോണത്തില് നമ്മളും ഭഗവാനും തമ്മിൽ ഒരു വഴി കണക്ഷൻ. പക്ഷെ അതുകൂടാതെ നമ്മളും ഭഗവാനും തമ്മിൽ ഈ പ്രകൃതി വഴി ഒരു കണക്ഷൻ. മനസ്സിലായോ? നമ്മൾ പ്രകൃതിയിലേക്ക് പോയി പ്രകൃതി വഴി ഭഗവാനിലേക്കുള്ള ഒരു കണക്ഷൻ. അതാണ് നമ്മുടെ 14 മണിക്കൂറും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതലും നമ്മൾ ആ രീതിയിലാണ് കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ശരിയാണോ? അപ്പൊ അതുകൊണ്ടത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അതിന് നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? നമുക്ക് എന്താണ് ഇഷ്ടം, നമ്മുടെ നേച്ചർ എന്താണ്? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നേച്ചർ. ഈവൻ സേവയാണെങ്കിൽ പോലും ഓരോരുത്തരും ഓരോ സേവയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു ഡിവോട്ടി പറഞ്ഞ പോലെ ചില ഭക്തന്മാർക്ക്
ഇവിടെ പറയുന്നത് ഭഗവാനാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് ഇത് വായിച്ചു നോക്കൂ. ഇന്ദ്രിയങ്ങൾക്കുടമയായ ഋഷികേശനാണ് തന്നെ ഒരു സവിശേഷ പ്രവൃത്തിക്കായി നിയോഗിച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തർക്കും ഓർമ്മ വേണം. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്ന ഒരു വാക്കാണ്. ആ കർമ്മത്തിന്റെ ഫലം കൊണ്ട് അവർ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയുണ്ടായി. മനസ്സിലായില്ലേ? ഭഗവാനെ പല രീതിയിൽ ആരാധിക്കും. നമ്മുടെ പ്രകൃതിയുടെ പല പല ജന്മങ്ങളായിട്ട് നമുക്ക് ആ പ്രകൃതിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഓരോരോ അവസ്ഥയിലാണ് നമ്മൾ. അതിനെ മോശമായിട്ട് കരുതണ്ട, അതിന് നല്ല കാര്യങ്ങളും ഉണ്ട് ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഭഗവാൻ തന്നിട്ടുണ്ടോ? ഇല്ലേ? തന്നിട്ടുണ്ട്. ഒരു ഡിവോട്ടി പറഞ്ഞ പോലെ ചില ഭക്തന്മാർക്ക് എന്താണ് പാചകകല ഭഗവാൻ സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റു ചിലർക്ക് വാചകകല കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ചിലർക്ക് പാചകം ചെയ്യാനാണ്, ചിലർക്ക് വാചകം ചെയ്യാനാണ്. മനസ്സിലായി? ഓരോന്നാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ എന്താണോ ആ കഴിവ്, ഇവിടെ അർജുനന് കൊടുത്തിരിക്കുന്നത് അസ്ത്രവിദ്യയുടെ കഴിവാണ് അല്ലെ? ക്ഷത്രിയൻ എന്നുള്ള കഴിവാണ്. എന്ത് കഴിവാണോ നമുക്ക് തന്നിരിക്കുന്നത് ആ കഴിവിനെ ഉപയോഗിച്ച് പ്രത്യേകം പറയുന്നു, മറ്റൊരു ഭക്തനുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യുന്ന ദിവസം നമ്മള് ഈ പ്രകൃതി വഴി ഭഗവാനിലേക്കുള്ള കണക്ഷൻ വിട്ടുപോകും. നമ്മൾ അവിടെ സ്റ്റക്കാവും. മനസ്സിലായില്ലേ? കൃഷ്ണനിലേക്ക് അത് എത്തില്ല. അത് ഭക്തിയുത സേവനം ആവില്ല. സ്വകർമ്മണാതം അഭ്യർച്ച്യ. നമ്മൾ പ്രകൃതി വഴി അത് ഭഗവാൻ വരെ എത്തണം. അത് സംഭവിക്കാതെയാവും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭക്തന്മാരെ അവരവർക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, അത് ഏറ്റക്കുറച്ചിലുകളില്ല, അത് വൈരുദ്ധ്യമായിട്ട് കാണാതെ അതിനൊരു വൈവിധ്യമായിട്ട് കണ്ട് ചെയ്യണം. എല്ലാവരും അവരവരുടെ സേവനം ചെയ്തു കഴിഞ്ഞാൽ അതുവഴി ഇവിടെ പറയുന്നു ഭഗവാൻ പ്രസാദിക്കും എന്ന് പറയുന്നു. ഇതും അമ്പലവുമായിട്ട് എന്താണ് ബന്ധം? നമ്മൾ ക്ഷേത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താണ് ക്ഷേത്രവുമായിട്ട് ബന്ധം? ഇപ്പോ ക്ഷേത്രം എന്ന് പറയുന്നത് അതിലും രണ്ട് സൃഷ്ടികളുണ്ട്. ക്ഷേത്രം രണ്ട് രീതിയിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ, ഒന്ന് മാനസികമായ ആന്തരികമായ സൃഷ്ടി, വേറൊന്ന് ബാഹ്യമായ സൃഷ്ടി. വീടിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ നമുക്ക് ഇപ്പോ ഈ സ്ഥലം വന്ന് ചേരുകയാണ്. കുറച്ചു കാലം ഞാൻ എന്റെ മീറ്റിങ്ങിൽ പറഞ്ഞായിരുന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തവർക്ക് നന്ദി, പങ്കെടുത്തവർക്കും നന്ദി. പക്ഷെ അതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, ദയവായിട്ട് കേൾക്കുക, വളരെ പ്രധാനമാണ്. തുടർന്നും മീറ്റിംഗ് ഉണ്ടാവും. ആരെയും മീറ്റിംഗിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ അനുവദിക്കുന്നതല്ല. എല്ലാവർക്കും മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വരും. ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടായിരിക്കും, വളരെ പ്രധാനമാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞാൽ നമുക്കൊരു ഭൂമി മാത്രമാണ് കിട്ടുന്നത്. അവിടെ നമ്മൾ പണിയണം. ആ പണിയുമ്പോൾ നമുക്ക് എത്ര ക്ഷേത്രങ്ങൾ പണിയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്? 2 ക്ഷേത്രങ്ങൾ നമുക്ക് പണിയാനുണ്ട്. അതാണ് പറഞ്ഞത്, 2 സൃഷ്ടി എന്ന് പറഞ്ഞിട്ട്. ഒരു ക്ഷേത്രം നമുക്കറിയാം, ഇഷ്ടിക അല്ലെങ്കിൽ ഇന്നത്തെ എന്ത് ഹോളോ ബ്രിക്ക്, പിന്നെ കോൺക്രീറ്റ്, സ്റ്റീലൊക്കെ വെച്ചിട്ടാണ് ഒരു സൃഷ്ടി ചെയ്യുന്നത്. ടൈൽസ്, മരം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ മറ്റൊരു ക്ഷേത്രം എങ്ങനെയാണ് നമ്മൾ പണിയേണ്ടത്? അത് ഇഷ്ടിക വെച്ച് പണിയുന്ന ക്ഷേത്രമാണോ? ആ ക്ഷേത്രത്തിലെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്? ഭക്തന്മാരാണ് അല്ലെ? ഡിവോട്ടീസ് ആണ്. ഭക്തന്മാര് ഉണ്ടാക്കിയ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് നിൽക്കാൻ ഒരു ഫിസിക്കലായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള ഒരു എന്താ പറയാ, താമസ സ്ഥലമാണ് ഈ സിമെന്റും കല്ലും കൊണ്ട് ഉണ്ടാക്കുന്ന ക്ഷേത്രം അല്ലേ? അപ്പൊ അതുകൊണ്ട് 2 ക്ഷേത്രങ്ങൾ നമുക്ക് പണിയേണ്ട ദൗത്യമുണ്ട്, കുറേ പണിയുണ്ട്. സോ അതിന് ഇതാണ് പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്താണോ കഴിവുകൾ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും ഏത് രീതിയിലാണോ ഈ പ്രകൃതിയിലൂടെ ആ പറയുന്ന 14 മണിക്കൂർ നമുക്ക് എങ്ങനെ പ്രകൃതിയിലൂടെ കൃഷ്ണനിലേക്ക് എത്താൻ സാധിക്കുമോ, അത് നമ്മൾ എല്ലാവരും ആലോചിക്കണം. ആ ക്ഷേത്രം നമ്മൾ പണിത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ക്ഷേത്രത്തിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കാര്യങ്ങളും സംഭവിക്കണം. ഡയറക്റ്റ് സാധന, ചാന്റിങ് സംഭവിക്കണം, കീർത്തനങ്ങൾ സംഭവിക്കണം. കീർത്തനം ആരും പറഞ്ഞില്ല, ഹരിനാം സങ്കീർത്തൻ, റൈറ്റ്? അതൊരു ഡയറക്റ്റ് പ്രോസസ്സാണ്. ഏറ്റവും ഡയറക്റ്റ് പ്രോസസ് അതാണ്. അപ്പൊ അതൊക്കെ സംഭവിക്കുകയും ഈ ക്ഷേത്രത്തിനകത്ത് ഉണ്ടാവണം ഇല്ലേ? അതിനുള്ളൊരു വേദിയാണ് ക്ഷേത്രം, ഡയറക്റ്റ് കണക്ഷൻ. പക്ഷെ അത് കൂടാതെ നമ്മുടെ ഓരോ കഴിവുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിവുകളെയൊക്കെ ഉപയോഗപ്പെടുത്തി അതുവഴി അത്യാവശ്യം നമ്മളൊരു ക്ഷേത്രം റൺ ചെയ്യണമെങ്കിൽ വരുമാനം വേണം. അതിനും നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കാം. അതുകൂടാതെ പ്രൊഫഷണൽ ഡിവോഷണലിസം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രൊഫഷണലിസവും വേണം,
ഡിവോഷണലിസവും വേണം. അപ്പൊ നമ്മുടെ പ്രൊഫഷൻ ഉപയോഗിച്ച് സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിദ്യതി. ഭഗവാൻ പറയുന്നു പ്രൊഫഷണൽ ഡിവോഷൻ ആയി കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആവും എന്ന് പറയുന്നു. മനസ്സിലായി? അപ്പൊ പ്രൊഫഷണൽ ഡിവോഷണൽ ആവണം. നമ്മളത് ക്രമേണ പഠിച്ച് നമ്മൾ എല്ലാവർക്കും എന്തൊക്കെയോ തന്നിട്ടുണ്ട്. മറ്റേ ഇതുപോലെയാണ് ഒരു വനമാലയുടെ കാര്യം പറയാറുണ്ടല്ലോ അല്ലെ? വനമാല എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരോ ഋതുക്കൾ, റൈറ്റ്? ഓരോ സീസൺസിൽ ഓരോ പൂക്കൾ വളരും. പക്ഷെ കൃഷ്ണൻ കൃഷ്ണന്റെ വൃന്ദാവനത്തില് എല്ലാ സമയത്തും എല്ലാ ഋതുക്കളും ഉണ്ടാവും. ആ പൂക്കളൊക്കെ ചേർന്നിട്ട് ഒറ്റ മാലയിൽ, മനസ്സിലായില്ലേ? കദംബവും ജാസ്മിനും അതും ഇതുമൊക്കെ താമരയും ഒക്കെ ഒറ്റ മാലയിൽ കോർത്ത് അതിനൊക്കെ അതിൻ്റെതായ വ്യക്തിത്വങ്ങളുണ്ട്. താമര പോലെയല്ല കദംബം, അതുപോലെയല്ല എന്താണ് ജാസ്മിൻ, എന്താ പറയുക, മുല്ലപ്പൂ. അപ്പൊ ഇങ്ങനെ ഓരോന്നും പൂക്കൾ വ്യത്യാസമാണെങ്കിൽ ആ മാലയിൽ വരുന്ന സമയത്ത് അതിന്റെ ചേർന്നൊരു സുഗന്ധം, ചേർന്നൊരു ഭംഗി, അതൊരു പ്രത്യേക ഭംഗിയാണ്. കൃഷ്ണനെ അങ്ങനെ സങ്കീർത്തനമായിട്ട് നമുക്ക് സേവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുന്നു. നമുക്ക് എല്ലാം ശരിയായി പോവുകയാണെങ്കിൽ ഈ മാസാവസാനം നമ്മുടെ ലാൻഡിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യലാണ്. ചില അതിന് ഇനിയും ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിൽ വേറെയും ചില കാര്യങ്ങൾ വന്നു. നീണ്ടു പോകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്, അറിയില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അടുത്ത വർഷം ഏകദേശം ജന്മാഷ്ടമിയോടെ നമുക്ക് പൂർണ്ണമായിട്ട് ആ സ്ഥലം ശില പ്രഭുപാദ് 1965 കാലുകുത്തിയ പ്രഭുപാദിന്റെ പാദസ്പർശം വന്ന ആ സ്ഥലത്ത് 65 2025 എത്ര വർഷമായി? എത്രയായി? 60 വർഷം. 50 60 വർഷം. 60 വർഷം 2026 ആവുകയാണെങ്കിൽ ഇസ്കോന്റെ 60ാമത്തെ വർഷമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ശില പ്രഭുപാദിന്റെ പാദസ്പർശമേറ്റ ആ മണ്ണില് പ്രഭുപാദിന് സ്വന്തമായിട്ട് കുറച്ച് മണ്ണ് കിട്ടാനുള്ള ഒരു മഹാഭാഗ്യം അതിനകത്ത് നമുക്കൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു എന്താ പറയാ നിമിത്തങ്ങളായിട്ട് നമുക്ക് വരാൻ സാധിച്ചുവെങ്കിൽ അതിൽ പരം ഭാഗ്യം നമുക്ക് ജീവിതത്തിൽ വേറെയില്ല. സോ ഇതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു, പ്രഭുപാദിനോട് പ്രാർത്ഥിക്കുന്നു. കുറച്ച് പതിവ് പോലെ ഞാൻ വൈകിച്ചു, അതിന് ക്ഷമയും ചോദിക്കുന്നു. ശില പ്രഭുപാദ് കി, ശ്രീമദ് ഭഗവത്ഗീത കി ജയ്. എന്തെങ്കിലും ചോദ്യങ്ങളോ എന്തെങ്കിലും? ഒരുപാട് സമയം എടുക്കില്ല, 1 or 2 ചോദ്യം പെട്ടെന്ന് ഉത്തരം പറയാൻ പാകത്തിന്. ചോദിച്ചു ചോദിക്കുന്നത്, അതായത് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ അതിന്റെ അർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഉൾപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന കൂട്ടത്തില് നമ്മൾ കൂടുതൽ ഈ എന്താണ് രാമനും കൃഷ്ണനുമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ പറയുമ്പം ആളുടെ ചോദ്യമാണ്, അപ്പം ഹരേ കൃഷ്ണ പറഞ്ഞാൽ പോലെ രാമനെ നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്? വാട്ട് ഇമ്പാക്ട് ഓൺ ദാറ്റ്? ഇതേ ചോദ്യം ശില പ്രഭുപാദിനോട് ചോദിക്കുകയുണ്ടായി. നമ്മുടെ ചോദ്യം എന്താന്ന് വെച്ചാല് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ നമ്മൾ ഹരേ രാമ എന്ന് പറയുന്നുണ്ടല്ലോ. അതില് ആ രാമ എന്ന് പറയുന്നത് ശ്രീരാമനെയാണോ ഉദ്ദേശിക്കുന്നത്, അതോ അല്ലെ ബലരാമനെയാണോ, അതോ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം. റൈറ്റ്? പ്രഭുപാദ് പറഞ്ഞു ഇത് അത്രയൊരു എന്താ പറയാ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ചോദ്യമല്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാം കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. റൈറ്റ്? രാമ എന്ന് പറഞ്ഞാല് ആ വാക്കിന്റെ അർത്ഥം എന്താണ്? കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സർവ ആകർഷകൻ, അല്ലെ? എല്ലാവരെയും ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. രാമ എന്ന് പറഞ്ഞാല് എല്ലാ ആനന്ദങ്ങളുടെയും സംഭരണി, രമിപ്പിക്കുന്നവൻ. റൈറ്റ്? രമന്തേ യോഗിനോ അനന്തേ സത്യാനന്ദേ ചിദാത്മനി ഇതി രാമപദേനാസൗ പരംബ്രഹ്മ അഭിധീയത്തെ. പരമസത്യത്തിന് രാമൻ എന്ന് പേര് വരാൻ കാരണം
രമന്തെ യോഗിനോ അനന്തെ, അനന്തമായ സത്യത്തിൽ പരമസത്യമായിരിക്കുന്ന ആ രാമൻ എന്ന് പറയുന്ന സ്വഭാവമുള്ള ഭഗവാനിന് ചിതാത്മനി, അതായത് നമുക്കറിയാം, ഇദ്ദേഹത്തിന്റെ കഥ അറിയാമല്ലോ, നമ്മുടെ ശുക്കദേവ ഗോസ്വാമി. അദ്ദേഹം ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുകയായിരുന്നു, ബ്രഹ്മജ്ഞാനത്തിലായിരുന്നു. പക്ഷെ ഭഗവാന്റെ കഥകൾ കേട്ടപ്പോൾ അതിൽ രമിച്ച് ബ്രഹ്മ ധ്യാനം അദ്ദേഹത്തിന് വിട്ടുപോയി. മനസ്സിലായില്ല, അത് വേണ്ട, അതിനും ഉപരി കിട്ടിയ സമയത്ത് തുച്ഛമായിട്ടുള്ളതിന് വിടും. കൊച്ചു കുട്ടികളുടെ കാര്യം അറിയില്ല, നമ്മള് കയ്യിൽ എന്തെങ്കിലും ഒരു വിലപ്പെട്ട പേപ്പർ ആയിരിക്കും പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ വിട്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? മറ്റൊന്ന് കൊടുക്കുന്ന സമയത്ത് ഇത് വിട്ടുകളയും എന്ന് പറയുന്നത് പോലെ, അങ്ങനെ വിട്ടുകളയാനുള്ള, ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നവർക്ക് ബ്രഹ്മത്തിൽ നിന്ന് വിട്ടുകളയാൻ പറ്റണമെങ്കിൽ അതിലും ഉപരി ആനന്ദമുള്ള ഒരു വസ്തു ആയിരിക്കട്ടെ. അത് തന്നെയാണ് മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നത്, ആത്മാരാമശ്ച മുനയോ നിർഗ്രന്ഥ അഭി ഉരുക്രമേ കുർവന്തി അഹൈതുകിം ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി. വളരെ ഫേമസ് ശ്ലോകമാണ്, ആത്മാരാമ ശ്ലോകം. ചൈതന്യ മഹാപ്രഭു സാർവഭൗമ ഭട്ടാചാര്യർക്കും അതേപോലെ സനാതന ഗോസ്വാമിക്കും പറഞ്ഞു കൊടുത്ത ശ്ലോകം 1:7-10 അല്ലെ? പ്രഥമസ്കന്ധം 7-ാം അധ്യായം 10-ാമത്തെ ശ്ലോകമാണ്. ആത്മാരാമശ്ച മുനിയോ, വലിയ വലിയ മുനിമാര് ആത്മാരാമന്മാരാണ്. എന്ന് വെച്ചാൽ ആത്മാവില് ആരാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാമം എന്ന് വെച്ചാൽ ഷെൽട്ടർ ഇല്ലേ, ആശ്രയം. ആത്മാരാമം എന്ന് പറഞ്ഞാല് ആത്മാവിൽ ആശ്രയം നേടിയിരിക്കുന്ന വ്യക്തികൾ, എന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം നേടിയിരിക്കുന്ന വ്യക്തികള്. അങ്ങനെയുള്ള വ്യക്തികൾ പോലും നിർഗ്രന്ഥ അഭി നിർഗ്രന്ഥ, അവർക്ക് ഭൗതികമായിട്ടുള്ള ഗ്രന്ഥികള്, മായയുടെ പിടിപാടുകളൊന്നും ഇല്ല. അങ്ങനെയുള്ളവർ പോലും എന്ത് ചെയ്യുന്നു? കുർവന്തി ഉരുക്രമേ കുർവന്തി അഹൈതുകിം ഭക്തി, ഭഗവാന്റെ അത്ഭുതകരങ്ങളായ അത്ഭുതകരങ്ങളായ ലീലകൾ ശ്രവിക്കുമ്പോൾ അത് അവരുടെ ചെവികളിലേക്ക് തുളച്ചു കയറുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കുർവന്തി അഹൈതുകിം ഭക്തി, ബ്രഹ്മമേ നമസ്കാരം, താങ്ക് യു ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു അല്ലെ? ഇവൻ എന്താ പറയുന്നത്? അദ്വൈതാചാര്യർക്ക് ഒരു പ്രാവശ്യം എന്താണ് മുക്തിപതേച്ച ദയാഭാഗ് എന്ന് പറഞ്ഞ ഭാഗവതത്തിന് ഒരു ശ്ലോകം വരും. ആ വാക്കിൽ മുക്തി എന്ന് കേട്ടപ്പോ തന്നെ അദ്വൈതാചാര്യൻ പറഞ്ഞു ഭാഗവതത്തിന് മാറ്റി എഴുതണം, ശ്ലോകം മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. ചൈതന്യ മഹാപ്രഭു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവിടെ മുക്തി എന്ന് പറഞ്ഞാൽ ഭക്തി എന്ന് തന്നെയാണ് അർത്ഥം, മാറ്റി എഴുതേണ്ട കാര്യമില്ല. പക്ഷെ അദ്വൈതാചാര്യ, ഒരു ഭക്തനെ സംബന്ധിച്ച് ബ്രഹ്മം, മോക്ഷം, ഇതിൽ ലയിക്കുക, നേരത്തെ പറഞ്ഞ ഈ ജീവാത്മാവും ഈശ്വരനുമായിട്ടുള്ള സ്നേഹബന്ധം ഉണ്ടല്ലോ, അത് മോക്ഷത്തിൽ നിന്ന് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് അത് കിട്ടുന്ന സമയത്ത് എനക്കിത് ബോധം എന്ന് പറഞ്ഞിട്ട് മറ്റേത് വിട്ടുകളയും. അതുകൊണ്ട് കുർവന്തി അഹൈതുകിം ഭക്തിം ഇത്തം ഭൂത ഗുണോഹരി, ഇത്രയും ഗുണങ്ങൾ ഉള്ളതാണ് ഹരി, ഭഗവാൻ എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാന്റെ പ്രേമത്തിന് മുന്നിൽ ഒന്നുമില്ല. അതുകൊണ്ട് രമന്തെ യോഗിനോനന്ദേ സത്യാനന്ദേ ചിദാത്മനി ഇത് രാമപദേനാസൗ പരം ബ്രഹ്മ വിധീയതേ. അതുകൊണ്ട് കൃഷ്ണനെ തന്നെയാണ് രാമൻ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം കൃഷ്ണനെ തന്നെ രാമൻ എന്ന് പറയുന്നത് കൊണ്ട് ബലരാമനായിട്ടോ അല്ലെങ്കിൽ ശ്രീരാമനായിട്ടോ ഇനി പോട്ടെ, നിത്യാനന്ദ രാമ ഓൾസോ ഇസ് രാമ, റൈറ്റ്? ചൈതന്യ ഇസ് കൃഷ്ണ, നിത്യാനന്ദ ഇസ് രാമ. നമ്മൾ നിത്യാനന്ദ രാമ എന്നാണ് പറയാറ്. ആലിയിലേയും വിട്ടുപോരുന്നത്, അവിടെ ഉണ്ട് രാമൻ അല്ലെ? നിത്യാനന്ദ രാമുണ്ട്, ശ്രീരാമനുണ്ട്, ബലരാമനുണ്ട്, ബട്ട് ഇറ്റ്സ് ഓൾ കൃഷ്ണ അൾട്ടിമേറ്റ്ലി. സോ പ്രഭുപാദ് പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ വെരി important question എന്ന് പ്രഭുപാദ് പറഞ്ഞു. Datta, or any last question, comment? Hare Krishna. I think I directly go for Prasad. Thank you. जय श्री प्रभुपाद की, श्रीमद् भगवद गीता की, बहुत प्रेमानंदी। So